ഇന്ത്യൻ ടീമിനെ T20 ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച് പരിശീലന സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ്. 2021 നവംബറിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലന ചുമതല ഏറ്റെടുത്ത ശേഷം ദ്രാവിഡ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2023 ഏകദിന ലോകകപ്പിലും ടീമിനെ ഫൈനലിലേക്ക് നയിച്ചിരുന്നു. 2 തവണയും കലാശ പോരാട്ടത്തിൽ വീണ ഇന്ത്യ പക്ഷേ T20 ലോകകപ്പിൽ മുത്തമിട്ട് ദ്രാവിഡിനെ വിടവാങ്ങൽ അവസ്മരണീയമാക്കി. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാവാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദ്രാവിഡിന്റെ ഭാവി പദ്ധതികൾ എന്താണെന്നുള്ള കാര്യത്തിൽ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുൻപ് IPL പരിശീലകനും മെന്ററുമായി പ്രവർത്തിച്ചിരുന്ന ദ്രാവിഡ് വരും സീസണിൽ പഴയ തട്ടത്തിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ 4 ടീമുകളിൽ ഒന്നിലേക്ക് ദ്രാവിഡ് എത്താനാണ് സാധ്യത. 1 രാജസ്ഥാൻ റോയൽസ്. അദ്ദേഹത്തിന്റെ മെന്റർ കരിയർ ആരംഭിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനൊപ്പമാണ്. 2011 മുതൽ 13 വരെ റോയൽസിനായി IPL കളിച്ച ദ്രാവിഡ് 14-15 വർഷങ്ങളിൽ ടീമിന്റെ മെന്ററായി പ്രവർത്തിച്ചു. രാജസ്ഥാനുമായി ഏറെ വൈകാരിക ബന്ധമുള്ളയാൾ കൂടിയാണ് ദ്രാവിഡ്. അതിനാൽ അടുത്ത സീസണിൽ സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിന്റെ പരിശീലക വേഷത്തിൽ ദ്രാവിഡിനെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. 2 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL നിലവിലെ ചാമ്പ്യന്മാരാണ് കൊൽക്കത്ത. മെന്ററായിരുന്ന ഗൗതം ഗംഭീറിന്റെ ക്രിക്കറ്റ് ബുദ്ധി ഇത്തവണ അവരുടെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലന സ്ഥാനം ഏറ്റെടുക്കുന്നതോടെ കൊൽക്കത്തയുടെ മെന്റർ സ്ഥാനത്ത് ഒഴിവരും. പരിചയസമ്പന്നനായ ദ്രാവിഡിനെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ അതുകൊണ്ട് തന്നെ കൊൽക്കത്ത ശ്രമം നടത്തും. 3 ഡൽഹി ക്യാപിറ്റൽസ്. IPL ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ഫ്രാഞ്ചൈസിയാണ് ഡൽഹി. ഇതുകൊണ്ട് തന്നെ വരും സീസണിൽ പരിശീലന സ്റ്റാഫിൽ ഉൾപ്പെടെ ടീം മാറ്റം വരുത്താനുണ്ട്. മുൻപ് 2 സീസണുകളിൽ ഡൽഹിയുടെ മെന്ററായി പ്രവർത്തിച്ച പരിചയവും ദ്രാവിഡിനുണ്ട്. 16-17 സീസണുകളിലായിരുന്നു ഡൽഹി അവരോടൊപ്പം പ്രവർത്തിച്ചത്. 4 ലക്നൗ സൂപ്പർ ജയൻസ്. ഇന്ത്യൻ ടീമിന്റെ അടുത്ത പരിശീലനായി ചുമതലയേൽക്കാൻ തയ്യാറെടുക്കുന്ന ഗൗതം ഗംഭീറായിരുന്നു മുൻപ് LSGയുടെ മെന്റർ. എന്നാൽ 2024 സീസണിന് മുൻപ് ഗൗതം ഗംഭീർ ലക്നൗ വിട്ട് KKRലേക്ക് ചേക്കേറി. ഗംഭീർ പോയെങ്കിലും ആ ഒഴിവിൽ പുതിയ മെന്റർമാരെ അവർ നിയമിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ദ്രാവിഡ് LSGയിലെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.